ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ചിക്കൻ്റെ ഡിഷാണ്. ഒരു ഹരിയാലി ചിക്കൻ എന്ന് പറയും. ഒരു ഗ്രീൻ ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മല്ലിയില, പുതിനയില ഇതൊക്കെ അരച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല ഗ്രീൻ കളറുള്ളൊരു ചിക്കൻ കറിയാണ്. നമുക്കത് ഫ്രൈഡ് റൈസ്, ഗീ റൈസ്, ചപ്പാത്തി, ഞാൻ പൊറോട്ട ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്രീൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഈ സൈസിലുള്ള കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം നമ്മൾ 1/2 കപ്പ് തൈരാണ് എടുക്കുന്നത്. 1/4 കപ്പ് തൈര് നമ്മൾ ഇനി അരക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മിക്സ് ചെയ്തിട്ട ചിക്കൻ മൂടി 1/2 മണിക്കൂർ മാറ്റി വെക്കണം. ഗ്രീൻ ചിക്കൻ്റെ മസാലക്കായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പുതിനയില, 3/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇനി വേണ്ടത് ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതിന് ശേഷം എണ്ണയിലിട്ട് വറുത്തെടുത്തതാണിത്. സവാള വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ മതി. കൂടുതൽ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോഴത്തേക്കും കറിയുടെ കളർ തന്നെ മാറിപ്പോകും. ചിക്കൻ കറിയിലേക്ക് എരിവിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 4 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 6 പച്ചമുളക് വരെയൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 1/4 കപ്പ് തൈര്. ഇനി മിക്സിയിൽ ഒരു ജാറിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കുറുകലും കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്കൊരു 10 കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. അതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തൈര് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്വല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അരപ്പൊടി കാണുന്നത് പോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത അരപ്പ് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും മൂടി ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്ക് 4 ഗ്രാമ്പ്, 2 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കണം. സ്പൈസസ് എല്ലാം ഒന്ന് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. സവാള കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സവാള നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ളതാണ്. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. സവാള ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള മൂത്ത് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ മൂത്ത് ഒന്ന് സോഫ്റ്റായിട്ട് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള മസാലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിലുള്ള മസാല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കറിയിൽ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തൈരും മസാലയെല്ലാം ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിലെ വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ കുക്കായി കിട്ടും. ഗ്രേവി കൂടുതൽ തിക്കായി പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി.
5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം പാൻ മൂടി ഒരു 10 മിനിറ്റും കൂടി കുക്ക് ചെയ്യണം. സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. 10 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് പാൻ്റെ മൂടി മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ ധാരാളം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോഴത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തിട്ടുള്ളതാണ്. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും പാൻ ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ചിക്കൻ എല്ലാം പാകത്തിന് കുക്കായി ഗ്രേവി എല്ലാം ഒന്ന് കുറുകി വരണം. ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റി നോക്കാം. ഇപ്പൊ കറിയിലെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് ചിക്കൻ പാകത്തിന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. പേര് പോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു കളറെല്ലാം വന്നിട്ടുണ്ട്. ഗ്രേവി കൂടുതൽ തിക്കായി പോവുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളം ചേർക്കരുത്, എപ്പോഴും ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. നല്ലൊരു കൊതിയൂർന്ന മണം അതിൻ്റെ മുക്കിലേക്ക് വന്നടിക്കുന്നുണ്ട്. മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ചിക്കൻ കറി മാറ്റി വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗീ റൈസ് അല്ലെ ജീര റൈസ്, ചപ്പാത്തി, നാൻ, പൊറോട്ട ഇവരുടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ യമ്മിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്